ഹായ് ഗൈസ്, അപ്പോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PCOD അല്ലെങ്കിൽ PCOS എന്ന കണ്ടീഷനെ പറ്റിയിട്ടാണ്. സോ PCOD ഓർ PCOS എന്ന് പറയുന്ന ഈ അസുഖം ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്ക് കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ്. മുൻപൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ വളരെ കുറച്ചു പേർക്ക് മാത്രം കണ്ടുവരുന്ന ഈ പ്രശ്നം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും കണ്ടുവരുന്നുണ്ട്. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. സോ ഈ അസുഖം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ തന്നെയാണ്. സോ എന്തൊക്കെ സിംറ്റംസ് ആണ് PCOD കാണിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറഗുലർ മെൻസസ്, അതായത് ഒന്നെങ്കിൽ പീരീഡ്സ് ആവാതെ ഇരിക്കും, അല്ലെങ്കിൽ പീരീഡ്സ് ആവും, പ്രൊഫ്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്യും, ഇല്ലെങ്കിൽ വളരെ കുറവായിരിക്കും ഫ്ലോ. സോ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവുലേഷൻ റെഗുലർ ആയിട്ട് നടക്കത്തില്ല, നമ്മുടെ യൂട്രസിന്റെ തിക്നെസ് വളരെയധികം കൂടുതലായിരിക്കും, അതുപോലെ തന്നെ ഓവറിയിൽ ചെറിയ 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 കുമിളകൾ പോലെ, അതായത് നെക്ലസ് പോലെ ചെറിയ രീതിയിൽ കുറെ ബബിൾസ് പോലെ, ഇതാണ് ശരിക്കും പറഞ്ഞാൽ PCOD അല്ലെങ്കിൽ PCOS എന്ന് പറയുന്നത്. എല്ലാ ഇറഗുലർ പീരീഡ്സും PCOD ആവണമെന്ന് ഇല്ല. പക്ഷെ PCOD ഉള്ള ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് റെഗുലർ മെൻസസ് ആയിരിക്കും, അതുപോലെ തന്നെ വെയിറ്റ് ഗെയിൻ പെട്ടെന്നുണ്ടാവുന്ന ഒരു വെയിറ്റ് ഗെയിൻ, അതുപോലെ തന്നെ ഹെയർ, ഫേസിലൊക്കെ ഹെയർ ഗ്രോത്ത്, അതുപോലെ തന്നെ കഴുത്തിന്റെ പുറകില് ഒരുമാതിരി ബ്ലാക്ക് ഡിസ്കളറേഷൻ പോലെയൊക്കെ കാണാൻ പറ്റും. സോ PCOD ഉള്ള എല്ലാ സ്ത്രീകൾക്കും വണ്ണം വയ്ക്കണം, അല്ലെങ്കിൽ എല്ലാ സ്ത്രീകൾക്കും എന്താ പറയാ ഹെയർ ഗ്രോത്ത് വേണം എന്നൊന്നും നിർബന്ധമല്ല. പക്ഷേ ഇപ്പൊ ഫീമെയിൽസിന് എടുക്കുമ്പോൾ മെയിൽ ഹോർമോൺസ് ഉണ്ട് അവർക്ക്. സോ അതുകൊണ്ട് തന്നെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാം, അത് നോർമലാണ്. പക്ഷേ എക്സസ് ഓഫ് ഹെയർ ഗ്രോത്ത് എന്ന് പറയുന്നത് PCODയിൽ അധികമാണ്. കാരണം ഈ ടെസ്റ്റോസ്റ്റിറോൺ എന്നൊരു ഹോർമോൺ ഇവിടെ കൂടുതലായതുകൊണ്ടാണ് നമുക്ക് സ്കിന്നിൽ വിസിബിൾ ഏരിയാസിൽ, അതായത് ലിപ്സിലും അതുപോലെ താടിയിലൊക്കെ റീജിയനിലൊക്കെ നിറയെ ഹെയർ ഗ്രോ ചെയ്യുന്നത്. ഈ PCOD കണ്ടീഷൻ ഉള്ള ആൾക്കാർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുതലാണ്. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ്, അതുപോലെ അവരുടെ ലൈഫ് സ്റ്റൈൽ കാരണം തന്നെയാണ് ഇത് ഓൾമോസ്റ്റ് ഒരുപാട് വരുന്നത്. സോ ഈവൻ ഇപ്പോ പഠനങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PCOD കാരണം ഇൻഫെർട്ടിലിറ്റി വരെ ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത്. സോ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആയതുകൊണ്ട് തന്നെ നമ്മളെ ലൈഫ് സ്റ്റൈൽ ഒന്ന് മാറ്റി പിടിച്ചാൽ ഈ അസുഖം ഒരുപാട് രീതിയിൽ മാറ്റാം. ഹോമിയോപ്പതിയിൽ ഇതിന് മെഡിസിൻസ് ഉണ്ട്. സിംറ്റംസ് വെച്ചിട്ട് മെഡിസിൻസ് വേരി ചെയ്യും ഓരോ ആൾക്കാർക്കും. സോ നിങ്ങളുടെ മെൻസസ് സമയത്തുള്ള സിംറ്റംസ്, മെൻസസിന് മുന്നേ ഉള്ള സിംറ്റംസ്, അതുപോലെ നിങ്ങളുടെ ജനറൽ ക്ലിനിക്കലായിട്ട് നിങ്ങളെ എക്സ്റ്റേണലി കാണുന്ന ഫീച്ചേഴ്സ് ഒക്കെ വെച്ചിട്ടാണ് ഹോമിയോപ്പതിയിൽ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. സോ മെഡിസിൻ കഴിച്ചത് കൊണ്ട് മാത്രം മൊത്തത്തിലൊരു മാറ്റം ഉണ്ടാവണമെന്നില്ല. സോ മെഡിസിൻ ഇസ് മാൻഡേറ്ററി. അതിന്റെ കൂടെ തന്നെ നമ്മുടെ ഡയറ്റും പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്തിരിക്കണം. ഡയറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു തരാം. സോ ഡയറ്റിലെ ഫസ്റ്റ് വരുന്നതാണ് റെഗുലർ എക്സസൈസസ്. വണ്ണം ഉള്ളവർക്കും PCOD വരാം, വണ്ണം ഇല്ലാത്തവർക്കും PCOD വരാം. സോ എനിവേ PCODയിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് റെഗുലർ എക്സസൈസ്. എല്ലാ ദിവസവും 20 to 30 മിനിറ്റ്സോളം എക്സസൈസ് ചെയ്തിരിക്കണം. വേർക്കുന്നത് വരെ എക്സസൈസ് ചെയ്യണം. കാരണം നമ്മളുടെ ബോഡിയിലുള്ള അഴുക്ക ഫാറ്റുകൾ കളയാനാണ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത്. അപ്പോൾ ബേൺ ചെയ്യുക, അത്രയും കലോറി നമ്മൾ ബേൺ ചെയ്യുക, വേർക്കണം. സോ അതിലാണ് റിസൾട്ട് ഇരിക്കുന്നത്. നെക്സ്റ്റ് ബേക്കറി ഐറ്റംസ്, അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ്, അതുപോലെ തന്നെ സ്പൈസസ് കൂടിയ ഫുഡ്, ഒരുപാട് ജങ്ക് ഫുഡ്സ്, ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാം നിങ്ങളുടെ ഡയറ്റിൽ നിന്ന്. സോ എന്തൊക്കെ നമുക്ക് കഴിക്കാം. പിന്നെ ഇമ്പോർട്ടന്റ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞു. സോ ഷുഗർ അവോയ്ഡ് ചെയ്യുക. തോനെ ഷുഗർ വാരി കഴിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് നിർത്തുക. ഇനി എന്തൊക്കെ നമുക്ക് കഴിക്കാം. സോ നമ്മുടെ ഡയറ്റില് ഗോതമ്പ്, റാഗി, ഓട്സ്, ഫ്രൂട്ട് ഐറ്റംസ്, അതായത് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് മധുരമുള്ളതല്ലാതെ ഒരു മിനിമം മധുരമുള്ള, പിന്നെ പഴങ്ങൾ കഴിക്കാം, നട്ട്സ് കഴിക്കാം, ഈത്തപ്പഴം കഴിക്കാം. അങ്ങനെ നല്ല നല്ല ഹെൽത്തി ഐറ്റംസ് നിങ്ങളുടെ ഡയറ്റിലേക്ക് കൊണ്ടുവരിക. ബേക്കറി ഐറ്റംസ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. ഫ്രൈഡ് ഫുഡ്, പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് കുറെ ഫ്ലാക്സ് സീഡ്സ് ഉണ്ട്. അത് ഭയങ്കര നല്ലതാണ് നമ്മുടെ ഡയറ്റിന്, അതായത് നല്ലതാണ് വളരെ. വെറും വയറ്റിൽ ആ ഫ്ലാക്സ് സീഡ്സ് കഴിച്ചു കഴിഞ്ഞാൽ മെൻസസ് ഇറഗുലാരിറ്റി ഒക്കെ ഇംപ്രോപ്പറിനൊക്കെ പ്രോപ്പർ ആക്കി നടത്താൻ വേണ്ടിയിട്ട് ഈ ഫ്ലാക്സ് സീഡ്സ് ഹെൽപ്പ് ചെയ്യും. പിന്നെ ചോറ് കഴിക്കുമ്പോൾ, ചോറ് ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരാണ്, അല്ല ചോറ് എനിക്ക് ഒട്ടും അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന കേസസിൽ കുറച്ച് ചോറ്, ഇപ്പൊ ഒരു പ്ലേറ്റ് എടുക്കുമ്പോൾ പ്ലേറ്റിൽ ഒരു സൈഡിൽ കുറച്ച് ചോറും ബാക്കി ഫുള്ള് കറികൾ എടുക്കുക. ഇങ്ങനെ നിങ്ങൾ ഡയറ്റിൽ ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് നോക്കുക.
അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഫുഡ് ഐറ്റംസ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. രാവിലെ മുട്ട കഴിക്കാം, ബിക്കോസ് ഇറ്റ്സ് പ്രോട്ടീൻ, അത് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റ് വെച്ച് നല്ലതുപോലെ പോഷകാഹാരങ്ങൾ കഴിക്കുക. സോ ഈവൻ ഈ ഒരു ഡയറ്റ് പ്ലാനിലൂടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ PCOD മാറ്റാനും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റാനും ഇതൊരു പോംവഴി തന്നെയാണ്. ഹോമിയോപ്പതിയിൽ ചികിത്സ അവൈലബിൾ ആണ്, നല്ല രീതിയിൽ ചികിത്സകളുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് സക്സസ്ഫുൾ കേസുകൾ ഹോമിയോപ്പതിയിലുണ്ട്. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും വരുന്നതുവരെ till then it's my talk with Dr. RDST signing off. Thank you.